ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും രംഗകലകൾക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബീഹാറിലെ വെസ്റ്റ് ചമ്പാരനിൽ 13,000-ഓളം കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. തിരുവനന്തപുരം വലിയമലയിലുള്ള IIST ക്യാമ്പസിൽ ഭാരത് സെമി കണ്ടക്ടർ റിസർച്ച് സെന്റർ സ്ഥാപിക്കുന്നത് സജീവ പരിഗണനയിലെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഖേലോ ഇന്ത്യയുടെ കായിക താരങ്ങൾക്ക് സർക്കാർ ജോലിക്ക് അർഹതയുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടെസ്റ്റ് അവസാന മത്സരം നാളെ ധരംശാലയിൽ. വാർത്തകൾ വിശദമായി. 2022-2023 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി അവാർഡുകൾ 94 പ്രമുഖ കലാകാരന്മാർക്ക് ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. സംഗീതം, നൃത്തം, നാടകം, നാടോടി ആദിവാസി കലകൾ, പാവകളി, അനുബന്ധ നാടക കലാരൂപങ്ങൾ എന്നീ മേഖലകളിലാണ് പുരസ്കാരങ്ങൾ നൽകിയത്. അക്കാദമി അവാർഡുകൾക്ക് പുറമെ ചടങ്ങിൽ 7 പ്രമുഖ കലാകാരന്മാർക്ക് സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പും രാഷ്ട്രപതി മുർമു സമ്മാനിച്ചു. ഇന്ത്യയുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും രംഗകലകൾക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രാചീന കാലം മുതൽക്കേ രാജ്യത്ത് കലാരൂപങ്ങൾക്ക് വലിയ പരിഗണന നൽകിയിരുന്നുവെന്ന് ശ്രീമതി മുർമു വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ വെള്ളിയാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം കോവളത്ത് നടക്കുന്ന രാജാനഗ പുരസ്കാരദാന ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ചടങ്ങിൽ സംബന്ധിക്കും. ഇടുക്കി വാഗമണ്ണിലെ അഭിനവ ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ബീഹാറിൽ 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. പശ്ചിമ ചമ്പാരനിലെ ബെത്തിയയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ബീഹാറിന്റെ വികസനം വികസിത ഇന്ത്യയ്ക്ക് തുല്യ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. അതിനായി വേണ്ടതെല്ലാം NDA സർക്കാർ ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തെ ഇരട്ട എഞ്ചിൻ സർക്കാരിലൂടെ ബീഹാറിന്റെ വികസനത്തിന് ചിറക് ലഭിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് 15,400 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന വിവിധ കണക്ടിവിറ്റി പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊൽക്കത്തയിൽ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ജലത്തിനടിയിലൂടെയുള്ള മെട്രോ സർവീസിന്റെ ഉദ്ഘാടനമാണ് ഇതിൽ സുപ്രധാനം. ഹൂഗ്ലി നദിക്കടിയിലൂടെയാണ് മെട്രോ പാത കടന്നുപോകുന്നത്. ഇതോടെ പുതിയ പാതയുടെ ഭാഗമായ ഹൌഡ മെട്രോ സ്റ്റേഷൻ രാജ്യത്തെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ എന്ന ഖ്യാതിയും നേടി. നഗരസഞ്ചാരം മെച്ചപ്പെടുത്തുന്ന മറ്റ് ട്രെയിൻ സർവീസുകളും പ്രധാനമന്ത്രി ഓൺലൈനായി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിലെ എറണാകുളം SN ജംഗ്ഷൻ മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ള കൊച്ചി മെട്രോ റെയിൽ 1ാംഘട്ട വിപുലീകരണ പദ്ധതി ഇതിൽ ഉൾപ്പെടുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത 5 വർഷത്തെ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മുംബൈയിൽ ഇന്ത്യ ആഗോള ഫോറത്തിന്റെ വാർഷിക നിക്ഷേപ ഉച്ചകോടിയായ NXT10 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്. ഒരു ദശാബ്ദക്കാലത്തെ പ്രവർത്തനവും ഭാവിയിലേക്കുള്ള സമഗ്രമായ മാർഗരേഖയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ദേശീയ ഇലക്ട്രോണിക്സ് നയം, മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ തുടങ്ങിയ സുപ്രധാന സംരംഭങ്ങൾ ഉൾപ്പെടെ 40-ലധികം പദ്ധതികൾ സർക്കാർ നടപ്പാക്കിയതായി അദ്ദേഹം പറഞ്ഞു. നോട്ട് നിരോധനം, GST, പൌരത്വ ഭേദഗതി നിയമം തുടങ്ങിയ നടപടികൾ ഉൾപ്പെടെ 50-ലധികം നിർണായക തീരുമാനങ്ങൾ സർക്കാർ നടപ്പാക്കിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. പൌരത്വ ഭേദഗതി നിയമം, മുത്തലാഖ് നിർത്തലാക്കൽ, പുതിയ വിദ്യാഭ്യാസ നയരൂപീകരണം എന്നിവയിലൂടെ സർക്കാർ മികച്ച മാതൃക കൈവരിച്ചിരിക്കുകയാണെന്നും ശ്രീ ഷാ പറഞ്ഞു. സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 60 കോടി ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വാതുവയ്പ്, ചൂതാട്ടം തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പരസ്യം, പ്രോത്സാഹനം, അംഗീകാരം എന്നിവ നിരോധിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ നേരിട്ടുള്ള പരസ്യങ്ങളും അംഗീകാരങ്ങളും വർദ്ധിച്ചു വരുന്നതായി CCPA പ്രസ്താവനയിൽ പറഞ്ഞു. ഓൺലൈൻ വാതുവയ്പ് പ്ലാറ്റ്ഫോമുകളുടെയും ആപ്പുകളുടെയും പരസ്യം പ്രധാനമായും യുവാക്കളിൽ കാര്യമായ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായും അതോറിറ്റി നിരീക്ഷിച്ചു.
അർദ്ധചാലക മേഖലയിൽ യുവാക്കളെ കാത്തിരിക്കുന്നത് വൻ തൊഴിലവസരങ്ങളാണെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഈ മേഖലയിൽ 2.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ നിർദ്ദേശങ്ങളാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം വിക്രം സാരാഭായി സ്പേസ് സെന്ററിൽ ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിക്ക് കീഴിലുള്ള 4ാമത് സെമിക്കോൺ ഇന്ത്യ ഫ്യൂച്ചർ ഡിസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭാരത് സെമി കണ്ടക്ടർ റിസർച്ച് സെന്റർ തിരുവനന്തപുരം വലിയമലയിലുള്ള IIST ക്യാമ്പസിൽ സ്ഥാപിക്കുന്ന സജീവ പരിഗണനയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. സെമി കണ്ടക്ടർ മേഖലയിൽ രാജ്യം അതിവേഗം മുന്നേറുകയാണെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. കേരളത്തിൽ വന്യജീവി ആക്രമണം മൂലമുള്ള ദാരുണ സംഭവങ്ങൾ കണക്കിലെടുത്ത് മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം കൂടി ഇതിൽ ഉൾപ്പെടുത്തി ഏകോപിപ്പിക്കും. ഇതിനായി സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായി സമിതി രൂപീകരിക്കും. മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള 4 സമിതികൾ ജില്ലാ പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ രൂപീകരിക്കും. വന്യജീവി ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സമയാസമയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ആധുനിക വിവരവിനിമയ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനും പ്രദേശങ്ങളിൽ ജാഗ്രതയ്ക്കായി കൂടുതൽ താൽക്കാലിക വാച്ചർമാരെ നിയോഗിക്കാനും തീരുമാനമായി. മതനിരപേക്ഷ സമൂഹമായി തുടരുന്നതിന് വർഗീയതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതിനിധികളുടെ നിർദ്ദേശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോഴിക്കോട് വിമാനത്താവളം വഴി പോകുന്ന ഹജ്ജ് തീർത്ഥാടകരുടെ യാത്രക്കൂലി കുറയ്ക്കുന്നതിന് കേന്ദ്രത്തോട് വീണ്ടും അഭ്യർത്ഥിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടനക്കേസ് പ്രതിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ദേശീയ അന്വേഷണ ഏജൻസി 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. വിവരം നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും ഏജൻസി അറിയിച്ചു. അടുത്തിടെ കഫേയിലുണ്ടായ സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. പിന്നീട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഫോടനം സംബന്ധിച്ച അന്വേഷണം NIAയ്ക്ക് കൈമാറിയിരുന്നു. ഖേലോ ഇന്ത്യയുടെ കായിക താരങ്ങൾക്ക് ഇനി സർക്കാർ ജോലിക്ക് അർഹതയുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. കായിക താരങ്ങൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളിൽ കായിക മന്ത്രാലയവും പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പും പുരോഗമനപരമായ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഖേലോ ഇന്ത്യ ഗെയിംസിലെ യൂത്ത് യൂണിവേഴ്സിറ്റി പാരാ വിന്റേഴ്സ് ഗെയിംസ് എന്നിവയിലെ മെഡൽ ജേതാക്കൾക്ക് സർക്കാർ ജോലിക്ക് അർഹത നേടാനുള്ള യോഗ്യതയാണ് ഈ നടപടിയെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന ടെസ്റ്റ് മത്സരം നാളെ ധരംശാലയിൽ നടക്കും. ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം ഇന്ത്യൻ സമയം രാവിലെ 9:30 ആരംഭിക്കും. 4ാം ടെസ്റ്റ് വിജയത്തോടെ പരമ്പര 3-1 സ്വന്തമാക്കിയ ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് നിലയിൽ 1ാമതാണ്. ഒരു ട്രസ്റ്റോ സ്ഥാപനമോ മറ്റൊരു ട്രസ്റ്റിനോ സ്ഥാപനത്തിനോ നൽകുന്ന സംഭാവനകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ സംബന്ധിച്ച് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് വിശദീകരണം പുറപ്പെടുവിച്ചു. ധനകാര്യ നിയമം 2023 പ്രകാരം ഒരു ട്രസ്റ്റോ സ്ഥാപനമോ നൽകുന്ന സംഭാവനകളുടെ 85% മാത്രമേ ചാരിറ്റി അല്ലെങ്കിൽ മതപരമായ ആവശ്യങ്ങൾക്കുള്ളതായി കണക്കാക്കൂ. മറ്റൊരു ട്രസ്റ്റിനോ സ്ഥാപനത്തിനോ സംഭാവനയായി നൽകുന്ന ബാക്കി 15% സംബന്ധിച്ച് ഉയർന്നുവന്ന ആശങ്കകൾക്ക് മറുപടിയായാണ് വ്യക്തത വരുത്തിയത്. ഹൈദരാബാദ് രാഷ്ട്രപതി നിലയത്തിൽ ആരംഭിച്ച സന്ദർശക കേന്ദ്രം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകവുമായി ജനങ്ങളെ ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും രംഗകലകൾക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബീഹാറിലെ വെസ്റ്റ് ചമ്പാരനിൽ 13,000 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. തിരുവനന്തപുരം വലിയമലയിലുള്ള IIST ക്യാമ്പസിൽ ഭാരത് സെമി കണ്ടക്ടർ റിസർച്ച് സെന്റർ സ്ഥാപിക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഖേലോ ഇന്ത്യയുടെ കായിക താരങ്ങൾക്ക് സർക്കാർ ജോലിക്ക് അർഹതയുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടെസ്റ്റ് അവസാന മത്സരം നാളെ ധരംശാലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.